സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തോളം മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്ന മറ്റൊന്ന് കാണില്ല. എല്ലാം എന്നെ കേന്ദ്രീകരിച്ച് മാത്രം ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതുമെല്ലാം എന്നെ ചുറ്റിപ്പറ്റി മാത്രം ഉള്ളവർ മറ്റുള്ളവർക്ക് വിരസത മാത്രമേ നൽകൂ. ചിന്തിക്കാം. ഒരു വ്യക്തിയെ ഏതെങ്കിലും സമ്മർദ്ദത്തിൽ കൂടി വിട്ടെന്നാൽ അപ്പോൾ അയാളിൻ്റെ യഥാർത്ഥ സ്വഭാവം പ്രകടമാക്കുമെന്നതൊരു സത്യമാണ്. പ്രതിസന്ധികളിലൂടെ പോകേണ്ടി വരുന്ന പലരും ആദ്യം പരിഹാരത്തിനായി ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും അങ്ങനെ പലതുമായി നടക്കും. എന്നാൽ പ്രതിസന്ധി വർദ്ധിക്കുകയാണെങ്കിൽ പിന്നെ തങ്ങളുടേതായ വഴിക്ക് പോകും. ദൈവം നിഷ്കളങ്കനെന്നും നല്ലവനെന്നും സാക്ഷിച്ച ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ അവനിലെ യഥാർത്ഥ മനുഷ്യ സ്വഭാവം വെളിയിൽ വരുന്നത് നാം കാണുന്നു. ഇയ്യോബിൻ്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കുവാൻ അവൻ്റെ സ്നേഹിതർക്ക് പോലും കഴിഞ്ഞില്ല. അവർ അവരുടേതായ വിധത്തിൽ പ്രശ്നപരിഹാരം പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അതൊന്നും ആയിരുന്നില്ല യഥാർത്ഥ കാരണം. ഇയ്യോബിൻ്റെ അസുഖം ഞാൻ എന്ന അവൻ്റെ ഭാവമായിരുന്നു. ഇത് വളരെ രൂക്ഷമായ ഒരു അസുഖം തന്നെയാണ്. ആരും അതിനെ അത്ര ഗൗരവമായി കാണാറില്ല എന്ന് മാത്രം. ഈ അസുഖത്തിൻ്റെ ലക്ഷണം എന്തെന്നാൽ ഞാനങ്ങ് ഒരുപാട് പ്രബലനാകുകയും എനിക്കാകെ ചിന്തിക്കുവാനും സംസാരിക്കുവാനും കഴിയുന്നത് ഈ എന്നെക്കുറിച്ച് മാത്രമാകുകയും ചെയ്യുന്നു. ഇയ്യോബിൻ്റെ അഹംഭാവം വെളിപ്പെടുന്ന ചില ഭാഗങ്ങളാകുന്നു നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ തന്നെ നിങ്ങളിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണം നാം ഇയ്യോബിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. എന്നാൽ ഈ മനോഭാവം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു നല്ല മനുഷ്യൻ പോലും തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കേണ്ടതുണ്ട് എന്നത്രേ. നാം ഇന്ന് പഠിക്കുന്ന ഇയ്യോബിൻ്റെ പുസ്തകം 29 അധ്യായത്തിൽ കുറഞ്ഞത് 50 പ്രാവശ്യം ഇയ്യോബ് ഞാൻ എന്നർത്ഥം വരുന്ന പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ പോലും അതറിയുന്നില്ല എന്ന് തോന്നുന്നു. അവനെക്കൊണ്ട് തന്നെ ചുറ്റിപ്പിണഞ്ഞിരിക്കുകയാണ്. ഞാനെന്ന ഭാവം ഇയ്യോബിനെ എങ്ങനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി എന്ന് നാം കാണുവാൻ പോകുകയാണ്. സ്വയം കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയിലും കാണുന്ന പ്രശ്നം തന്നെയാണ് നാം ഇവിടെ ഇയ്യോബിലും കാണുന്നത്. ആരോ പറഞ്ഞു, നിങ്ങളാൽ തന്നെ പൊതിയപ്പെട്ടിരിക്കുമ്പോൾ അത് ഒരു വലിയ ഭയങ്കര പൊതിയായിരിക്കുമെന്ന്. ഇയ്യോബിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുമുള്ള ഏറ്റുപറച്ചിൽ അല്ലെങ്കിൽ അനുതാപം നാം ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് കാണുന്നില്ല. ഞാൻ ഇയ്യോബിനെ കുറ്റപ്പെടുത്തുകയല്ല. ഇവിടെ അവൻ്റെ ആത്മപ്രശംസ മാത്രമാകുന്നു നാം കാണുന്നത്. അത്രമാത്രം വേദനയിലൂടെ കടന്നു പോയത് കൊണ്ടാകാം. പക്ഷേ ഏതൊരു മനുഷ്യൻ്റെയും സ്ഥിതി അതാകുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം തൻ്റെ വചനത്തിൽ ഈ നല്ല മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ, അനുഭവങ്ങളെ ഉപയോഗിച്ചു എന്ന് നാം കാണും. എടുത്താട്ടെ ഇയ്യോബിൻ്റെ പുസ്തകം 29 അധ്യായം. നാം ഇന്ന് 29, 30, 31 അധ്യായങ്ങൾ പഠിക്കുവാൻ പോകുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 29 അധ്യായം. ഇയ്യോബിൻ്റെ സഹോദരന്മാർക്ക് അവനെ സഹായിപ്പാൻ കഴിഞ്ഞില്ല. യഥാർത്ഥ പ്രശ്നം കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവർ ഇയ്യോബിനെ മനസ്സിലാക്കിയില്ല. അവർക്ക് അവരെ തന്നെയും അറിയാമായിരുന്നില്ല. അവർക്ക് ദൈവത്തെ ഒട്ടും തന്നെ മനസ്സിലായിരുന്നില്ല. അവർ വിശ്വസിച്ചത് ദൈവം ഒരു ശിക്ഷയായിട്ടാണ് ഇയ്യോബിന് കഷ്ടമയച്ചത് എന്നത്രേ. അവർ ചിന്തിച്ചു, ഇയ്യോബ് ഒട്ടും വഴങ്ങാതെ നിൽക്കുന്നതിനാലാണ് കഷ്ടം തുടരുന്നത് എന്നത്രേ. അവർ അവനോട് വളരെ ക്രൂരമായി തന്നെ ഇടപെടുകയും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി മാത്രം ഇരിക്കുകയും ചെയ്തു. ഓരോരുത്തരും ഓരോ വ്യത്യസ്ത സമീപനമാണ് സ്വീകരിച്ചത്. എന്നിട്ടും അവരെല്ലാം ഒരേ നിഗമനത്തിലാണ് എത്തിയത്. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരുടെ മാർഗങ്ങൾ നമുക്ക് ചുരുക്കമായി ഒന്ന് നോക്കാം. എലീഫസ് അനുഭവത്തിൻ്റെ ശബ്ദമായിരുന്നു.
അവനെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മനഃശാസ്ത്രപരമായ സമീപനം എന്ന് പറയാവുന്നതാണ്. ആത്മവിശ്വാസത്തോടെ ചിന്തിക്കുന്നതിൻ്റെ ശക്തി എന്ന് ഈ സമീപനത്തെ വിളിക്കാവുന്നതാണ്. വളരെ സന്തോഷകരമായൊരു മനോഭാവത്തെ ഇത് പുലർത്തുന്നു. അതേസമയം ബിൽദാദ് ഒരു പാരമ്പര്യവാദിയായിരുന്നു. അവൻ്റെ സമീപനം തത്വശാസ്ത്രപരമായിരുന്നു. ഇന്ന് പല ബൈബിൾ കോളേജുകളുടെയും സമീപനം ഈ പറഞ്ഞതാണ്. അവർ സിദ്ധാന്തപരമായ ഒരു സമീപനം ഉപയോഗിക്കുന്നു. എന്നാൽ അത് ആരെയും സഹായിക്കുന്നില്ല. തലയിലെ അറിവ് കൊണ്ട് നേടാം എന്ന ധാരണ. സോഫർ മതപരമായ ഒരു കടുംപിടുത്തക്കാരനായിരുന്നു. അവൻ ചിന്തിച്ചത് അവന് ദൈവത്തെക്കുറിച്ച് സകലതും അറിയാമെന്നത്രേ. എല്ലാം നിയമത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ഒരു നിയമവാദി. ഈ മൂവരിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ നാം എല്ലാം പെടും സുഹൃത്തെ. നാം നേരത്തെ കണ്ടതുപോലെ അവൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് പോലും അവനെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല. അവരെല്ലാം അവരവരുടെ വീക്ഷണത്തിനനുസരിച്ചാണ് വാദിച്ചു കൊണ്ടിരുന്നത്. ഇനിയും നാം 29 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇയ്യോബിന് വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം വച്ച നിലവാരപ്രകാരം ഇയ്യോബ് ഒരു തികഞ്ഞ മനുഷ്യനായിരുന്നു. അതെ, യാഗമർപ്പിക്കുന്നതിൽ അവൻ മഹാധനികനായിരുന്നു. ഈ ജീവിതത്തിൽ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നതെല്ലാം അവന് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് വേണം ചിന്തിക്കേണ്ടത്. ലോകത്തിൽ അവനെ ഒരു പ്രധാന വ്യക്തിയാക്കുവാൻ ആവശ്യമായതെല്ലാം അവനുണ്ടായിരുന്നു. ലോകപ്രകാരം വലിയ ആളുകളെന്ന് സാധാരണ പറയാറുള്ളത് ഇങ്ങനെയുള്ളവരെയാകുന്നുവല്ലോ. അവൻ ഒരു മതഭക്തനുമായിരുന്നു എന്ന് നാം കണ്ടു. അവൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആത്മീക കാര്യത്തിൽ താല്പര്യമുള്ളവനായിരുന്നു ഇയ്യോബ്. അവനൊരു പൊയ്മുഖം വെച്ചുകൊണ്ടല്ല നടന്നിരുന്നത്. ദൈവത്തിൻ്റെ ത്രാസിൽ അവനെ തൂക്കിയിട്ട് ഒരിക്കലും ഒരു കപടഭക്തനെന്ന് വിളിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ്റെ സ്നേഹിതരുടെ ആരോപണങ്ങൾ നീചവും വളരെ താണതുമായിരുന്നു. അവൻ ആത്മാർത്ഥതയുള്ള പരമാർത്ഥിയായ ഒരു ദൈവവേദലായിരുന്നു, ഒരു വിശുദ്ധൻ. അവൻ്റെ ഭൗമികമായ പാനപാത്രം അനുഗ്രഹിക്കപ്പെട്ടതും നിറഞ്ഞു കവിയുന്നതും ആയിരുന്നു. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ കഷ്ടപ്പെട്ടത്? അതും ഭയാനകമായ കഷ്ടത്തിലൂടെ കടന്നുപോയത്. ഇയ്യോബ് ഒരിക്കലും നമ്മോട് പറഞ്ഞില്ലെങ്കിൽ തന്നെ വാസ്തവത്തിൽ അവൻ്റെ കഷ്ടം എന്തിനോടോ ബന്ധപ്പെട്ട് സംഭവിച്ചതാണ്. ഈ പുസ്തകത്തിൽ, ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ കഷ്ടം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് യോനയുടെ പുസ്തകത്തിൽ നാം കാണുന്ന മത്സ്യം. അവിടെ യഥാർത്ഥ പ്രശ്നം യോനയും യഹോവയും തമ്മിലാണ്. ഇവിടെ യഥാർത്ഥ പ്രശ്നം ഇയ്യോബും യഹോവയും തമ്മിലാണ്. ശത്രുവായി ഇവിടെ പറഞ്ഞിരിക്കുന്ന സാത്താൻ പോലും രണ്ടാമത് മാത്രമേ വരൂ. മുൻപന്തിയിൽ നിൽക്കുന്നത് ഇയ്യോബും യഹോവയുമാകുന്നു. യഥാർത്ഥ പ്രശ്നം ഇയ്യോബ് തന്നെ. ഞാനിത് പറയുമ്പോൾ പലരും ഞെട്ടിയെന്ന് വന്നേക്കാം. അവനെ തന്നെ അറിയില്ലായിരുന്നു. അവന് ദൈവത്തെയും അറിയില്ലായിരുന്നു. ഇയ്യോബിന് തന്നെ അറിയില്ലായിരുന്നു. അവൻ സ്വയനീതിക്കാരനും സ്വയം പര്യാപ്തനുമായിരുന്നു. അവൻ സകല വിധത്തിലുമുള്ള അഭിനന്ദനങ്ങൾ ജനങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയിരുന്നു. മുഖസ്തുതി ആവശ്യം പോലെ കിട്ടിയിരുന്നിരിക്കുമല്ലോ. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മീയതയെക്കുറിച്ച് വളരെ ഏറെ സംസാരിക്കുന്ന പ്രവണത നാം കാണുന്നു. ദൈവം അവനെ നേരിടുന്നതായി കാണുന്ന ഭാഗത്ത് നാം ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. ഇനിയും ഇയ്യോബ് തന്നെക്കുറിച്ച് തന്നെ നമ്മോട് പറയുവാൻ പോകുന്ന ഭാഗമാണ് നാം കാണുന്നത്. അവൻ്റെ പഴയ കാലം തിരിഞ്ഞ് ചിന്തിക്കുന്നു. 29 അധ്യായം ഇയ്യോബിൻ്റെ ഇതാകുന്നു എൻ്റെ ജീവിതം ആകുന്നു. അതിൻ്റെ ശീർഷകമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ശീർഷകം ഇതാകുന്നു എൻ്റെ ജീവിതം. 29 അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയതെന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഇയ്യോബ് തൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ തുടങ്ങുകയാണ്. അവൻ സ്വന്തം കാര്യങ്ങൾ മാത്രം എടുത്തെടുത്ത് പറയുകയാണ്. 3-4 വാക്യങ്ങൾ. അന്ന് അവൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മീതെ പ്രകാശിച്ചു. അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യതയുണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും. ഈ പറഞ്ഞത് ഇയ്യോബിൻ്റെ പഴയകാലമാകുന്നു. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ തൻ്റെ യൗവനം മുതൽ അവൻ ദൈവത്തെ സേവിച്ചു. 5 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമിരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു. ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതിൽക്കൽ ചെന്നു. വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വെക്കുമ്പോൾ. ഇവിടെ അവൻ അഭിവൃദ്ധിപ്പെട്ടു. അവൻ തൊട്ടതെല്ലാം പൊന്നായി. അവൻ അഭിവൃദ്ധിപ്പെട്ടവൻ മാത്രമായിരുന്നില്ല, അവൻ സ്വാധീനമുള്ള മനുഷ്യനും കൂടിയായിരുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചാലും 8, 9, 10 വാക്യങ്ങൾ. യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും,
വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായി പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. ഇയ്യോബ് തൻ്റെ പഴയ കാലത്തെ ഓർക്കുകയാണ്. അവനെ കാണുമ്പോൾ കുട്ടികൾ ഓടിപ്പോയി ഒളിച്ചിരുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്. കാരണമുണ്ട്, അവൻ അത്രയ്ക്ക് വലിയ മനുഷ്യനായിരുന്നു. അവൻ വരുന്നത് കാണുമ്പോൾ വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അവനോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. നമുക്ക് ബഹുമാനമുള്ളവരെ കാണുമ്പോൾ ഇന്നും നമ്മുടെ നാടുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന പരിചയമുണ്ടല്ലോ. ഇന്ന് ബഹുമാനം കുറയുന്നതിനാൽ ഇതുപോലുള്ള പരിചയങ്ങളും മാഞ്ഞു പോകുന്നതായി കാണാവുന്നതാണ്. ഇയ്യോബ് കയറി ചെല്ലുമ്പോൾ എല്ലാവരും സംസാരം നിർത്തുമായിരുന്നു. പ്രഭുക്കന്മാരും ശ്രേഷ്ഠന്മാരും പോലും മിണ്ടാതിരുന്നിരുന്നു എന്നാണ് ഇയ്യോബ് പറയുന്നത്. ഇയ്യോബ് സംസാരിക്കുവാനായി അവർ കാത്തിരുന്നു. അവൻ ആവശ്യപ്പെടാതെ പ്രഭുക്കന്മാർ അവൻ്റെ മുൻപിൽ സംസാരിച്ചിരുന്നില്ല എന്ന് ചുരുക്കം. 11-ാം വാക്യത്തിൽ, എൻ്റെ വാക്ക് കേട്ട ചെവി എന്നെ വാഴ്ത്തും, എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. ഊസ് ദേശത്തുണ്ടായിരുന്നവരിൽ വെച്ച് ഏറ്റവും പ്രമുഖൻ ഇയ്യോബ് തന്നെയായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. അവനെ കമ്മിറ്റിയിൽ കിട്ടുവാനായി ഓരോ സംഘടനയും ഓടി നടന്നിരുന്നു എന്നത് വ്യക്തമാണ്. 12-ാം വാക്യം, നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. അവൻ തൻ്റെ സമൂഹത്തിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. പാവങ്ങൾക്ക് വളരെയേറെ ഗുണങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. 13-ാം വാക്യം, നശിക്കുമാറായവൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നു. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാറാക്കി. അവൻ വിധവമാരെ സംരക്ഷിച്ചു. ഇത്രയൊക്കെ ചെയ്ത ഈ മനുഷ്യൻ ആ നാട്ടിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരുന്നിരിക്കുമില്ലേ? 14-ാം വാക്യം, ഞാൻ നീതിയെ ധരിച്ചു, അതെൻ്റെ ഉടുപ്പായിരുന്നു. എൻ്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു. ഇയ്യോബ് സൽക്കർമ്മങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. ഉപദേശത്തിനായി ആളുകൾ അവൻ്റെ അടുക്കൽ വന്നു. 15-ാം വാക്യം, ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. അവൻ ആ നാട്ടിലെ ഊമർ സ്കൂളിൻ്റെ അധ്യക്ഷനായിരുന്നെന്ന്, അവൻ അവിടുത്തെ അന്ധവിദ്യാലയത്തിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാളായിരുന്നുവെന്ന്. പ്രിയ സുഹൃത്തെ, ഈ മനുഷ്യൻ ഇയ്യോബ് എത്ര മഹാനായിരുന്നില്ലേ? ഇങ്ങനെയുള്ള ആളുകളെയാണ് ഇന്നും സമൂഹത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഇതൊന്നും തെറ്റായ കാര്യമല്ല. ഇതൊക്കെ മഹത്തായ പ്രവർത്തനങ്ങളാണ്. 16-ാം വാക്യത്തിൽ, ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു, ഞാൻ അറിയാത്തവൻ്റെ വ്യവഹാരം പരിശോധിച്ചു. ഏതെങ്കിലും ഒരു കാര്യത്തിന് സംഭാവന ചെയ്യുമ്പോൾ അവൻ അത് ശരിക്ക് പഠിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്തിരുന്നത്. ഇന്ന് ഒട്ടനേകം വിശ്വാസികളും ചെയ്യാത്ത ഒരു കാര്യമാകുന്നു ഇത്. പ്രയോജനമുണ്ടെന്ന് തനിക്കുറപ്പുള്ള വിഷയങ്ങളെ മാത്രമാണ് ഇയ്യോബ് കൈത്താങ്ങിയത്. മഹാമനസ്കനെന്ന് കാണിക്കുവാൻ കണ്ണിൽ കാണുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുകയല്ലായിരുന്നു എന്ന് ചുരുക്കം. 17-ാം വാക്യം, നീതികെട്ടവൻ്റെ അണപ്പല്ല് ഞാൻ തകർത്തു, അവൻ്റെ പല്ലിൻ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. സമൂഹത്തിൽ നീതി നടപ്പാക്കുവാൻ അവൻ ശ്രദ്ധിച്ചു. ക്രമസമാധാനം കാത്തു സൂക്ഷിക്കുവാൻ അവൻ പരിശ്രമിച്ചു. അത് നടപ്പാക്കുവാൻ തക്കവണ്ണം അവൻ സ്വാധീനമുള്ളവനായിരുന്നു. അവൻ എത്ര മഹാനായി ജീവിച്ചവനാണല്ലേ. 18 മുതൽ, എൻ്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും, ഹോൽ പക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും. എൻ്റെ പേർ വെള്ളത്തോളം പടർന്നില്ലെന്നു, എൻ്റെ കൊമ്പിന്മേൽ മഞ്ഞ് രാപ്പാർക്കുന്നു. എൻ്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു, എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇയ്യോബ് തന്നോട് തന്നെ പറഞ്ഞ കാര്യങ്ങളാണിവ. ഞാനിതെല്ലാം ഉണ്ടാക്കി, ജോലിയിൽ നിന്ന് വിരമിച്ച് കഴിയുവാൻ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്കുണ്ട്. അതെ, ഞാൻ എൻ്റെ കൂട്ടിൽ മരിക്കുവാൻ പോകുന്നു. മണൽ പോലെ എൻ്റെ ദിനങ്ങളെ പെരുക്കി നല്ല വാർദ്ധക്യം വരെ ഞാൻ ജീവിക്കുവാൻ പോവുകയാണ്. ഞാൻ പറയട്ടെ, ഇയ്യോബ് ചിന്തിച്ചു തനിക്കെല്ലാം ഉണ്ട് എന്ന്. അവൻ ഒന്നാം തരം ഒരു കുടുംബമുണ്ടായിരുന്നു, അവന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ഇയ്യോബിനില്ലാതിരുന്ന എന്തിനെക്കുറിച്ചെങ്കിലും ആർക്കും പറയുവാൻ കഴിഞ്ഞില്ല. അവനെല്ലാം ഉണ്ടായിരുന്നു. 21-ാം വാക്യം, മനുഷ്യർ കാത്തിരുന്ന് എൻ്റെ വാക്ക് കേൾക്കും, എൻ്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല. എൻ്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റ് വീഴും. മഴയ്ക്കെന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും, പിന്മഴയ്ക്കെന്ന പോലെ അവർ വായ് പിളർക്കും. എല്ലാ വിഭാഗം ആളുകളും അവൻ്റെ ഉപദേശം കേൾക്കുമായിരുന്നു. അവർ ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് അവർ ഇയ്യോബിനെ കണ്ട് അവൻ്റെ ഉപദേശം ആരായുമായിരുന്നു. നാട്ടിലെ ഭരണകർത്താക്കൾ പോലും ഇയ്യോബിനെ കണ്ടിട്ടായിരുന്നിരിക്കും തീരുമാനങ്ങളെടുത്തത്. ഇയ്യോബ് വളരെ സ്വാധീനമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇയ്യോബ് പറഞ്ഞിരുന്ന ഓരോ വാക്കിനും അധികാരികൾ വില കൽപ്പിച്ചിരുന്നു. 24-25 വാക്യങ്ങൾ, അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും, എൻ്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല. ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ടിരിക്കും. സൈന്യസഹിതനായ രാജാവിനെ പോലെയും
ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും. തന്നെക്കുറിച്ച് തന്നെ ഇയ്യോബിന് എത്ര ഉന്നതമായ കാര്യങ്ങളാണ് പറയുവാനുള്ളത്. ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ കഴിഞ്ഞുകൂടിയ ഇയ്യോബ്, അവൻ ആദരിക്കപ്പെടുന്നവനും അഭിവൃദ്ധിയിലും സമൃദ്ധിയിലും കഴിഞ്ഞവനുമായിരുന്നു. ഇന്ന് മനുഷ്യരൊക്കെ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തെത്തിയ ഒരു ശ്രേഷ്ഠൻ. അവൻ ഒരു ഒന്നാന്തരം ജീവിതം നയിച്ചു. അഭിവൃദ്ധിയിൽ ജീവിക്കുക എന്നാൽ എന്ത് എന്ന് അവൻ വാസ്തവത്തിൽ അറിഞ്ഞിരുന്നു. ആഡംബരത്തിൽ ജീവിക്കുക. ഈ അധ്യായത്തിൽ ഇയ്യോബിന് തന്നെക്കുറിച്ച് പറയുവാനുണ്ടായിരുന്നത് ഒക്കെ ജീവിതത്തിലുള്ള ഏതൊരു വ്യക്തിയെയും സമൂഹം ഭാഗ്യവാൻ എന്ന് പറയും. എന്നാൽ ഇയ്യോബ് ജീവിച്ചതൊരു മൂഢസ്വർഗത്തിലായിരുന്നു. അവൻ്റെ രഥം മറിഞ്ഞപ്പോൾ സകലവും തകിടം മറിഞ്ഞു. 3-ാം അധ്യായത്തിൽ അവൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു, ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല, പിന്നെയും അതിവേദന എടുക്കുന്നു എന്ന്. ബോംബ് അവൻ്റെ കൂട്ടിൽ വീണു. ഇതുപോലെ എന്തോ അവൻ ഭയപ്പെട്ടിരുന്നു. അവൻ്റെ ഭൗതിക സമ്പത്തെല്ലാം ഒരു ദിവസം തങ്കിൽ നിന്നും എടുത്തു മാറ്റപ്പെടുമെന്നും എല്ലാം ഒരു നിമിഷം കൊണ്ട് തുടച്ചു മാറ്റുമെന്നും അവൻ ഭയപ്പെട്ടു. അത് അങ്ങനെ സംഭവിച്ചു. ഒന്ന് ചാരുവാൻ യാതൊന്നുമില്ലാത്ത സ്ഥിതി. അവൻ്റെ സ്നേഹിതർ പോലും അവൻ്റെ വീഴ്ചയിൽ സഹായിച്ചില്ല. മറിച്ച് അവൻ്റെ വീഴ്ച ഭയാനകമാക്കുവാനും വേദന കൂട്ടുവാനും മാത്രമേ അവരെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇയ്യോബ് തൻ്റെ സ്വയനീതി നിരന്തരം ധരിക്കുകയായിരുന്നു. വീണ്ടും 14-ാം വാക്യത്തിൽ അവനെ ശ്രദ്ധിക്കൂ. ഞാൻ നീതിയെ ധരിച്ചു, അതെൻ്റെ ഉടുപ്പായിരുന്നു. എൻ്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു. 50-ലധികം പ്രാവശ്യം അവൻ ഞാനെന്നും എൻ്റേതെന്നും ഉപയോഗിച്ചു. പാപം ഏറ്റുപറയുന്നതോ തെറ്റ് സമ്മതിക്കുന്നതോ നാം കാണുന്നില്ല. തകർന്നും നുറുങ്ങിയുമുള്ള ഒരു ഹൃദയം ഇയ്യോബിൽ കാണുന്നില്ല. ദൈവം ഓരോ മനുഷ്യനിലും നോക്കുന്നത് അനുതാപമുള്ളൊരു ഹൃദയമാണ്. ദൈവകരങ്ങളിലേക്ക് സകലവും വിട്ടുകൊടുത്ത് അവൻ തൻ്റെ ഹിതപ്രകാരം ചെയ്യുവാൻ ഏൽപ്പിക്കുന്ന ആ മനോഭാവം, അത് നമുക്ക് ഇയ്യോബിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. നാം 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ അധ്യായത്തിൽ തൻ്റെ ഇപ്പോഴത്തെ കഷ്ടങ്ങളും പരിതാപകരമായ അവസ്ഥയും ഇയ്യോബ് വിവരിക്കുന്നതായി കാണുന്നു. 30-ാം അധ്യായത്തിൽ അതിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ഇപ്പോഴോ എന്നിലും പ്രായം കുറഞ്ഞവർ എന്നെ നോക്കിച്ചിരിക്കുന്നു. അവരുടെ അപ്പന്മാരോ എൻ്റെ ആട്ടിൻകൂട്ടത്തിൻ്റെ നായ്ക്കളോടുകൂടെ ആക്കുവാൻ പോലും ഞാൻ നിരസിക്കുമായിരുന്നു. നോക്കണേ, എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഈ പിള്ളേരുണ്ടല്ലോ, അവരെൻ്റെ ചുറ്റും വന്നു നിന്ന് കല്ല് പറക്കി എന്നെ എറിയുകയാണ്. ഞാനൊരു ഭ്രാന്തനെ പോലെ ഈ ചാരക്കൂനയിൽ കിടക്കുന്നത് അവർക്കൊരു രസം. അവർക്കെന്നെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പണ്ട് എന്നെ കാണുമ്പോൾ ഒളിച്ചിരുന്നവരാണ് ഇവരെല്ലാം. ഇവന്മാരുടെ അപ്പന്മാരെക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ ആടുകളെ നോക്കുവാനുള്ള ജോലി പോലും ഞാൻ അവർക്ക് നൽകുമായിരുന്നില്ല. എന്തൊരു കഷ്ടമില്ലേ. അടുത്ത വാക്യം നോക്കിക്കേ, 2-3. അവരുടെ കയ്യൂറ്റം കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അവരുടെ യൗവനശക്തി നശിച്ചു പോയല്ലോ. ബുദ്ധിമുട്ടും വിശപ്പും കൊണ്ട് അവർ മെലിഞ്ഞിരിക്കുന്നു. ശൂന്യത്തിൻ്റെയും നിർജ്ജന ദേശത്തിൻ്റെയും ഇരുട്ടിൽ അവർ വരണ്ട നിലം കടിച്ചു കയറുന്നു. അവനെക്കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് തോന്നുന്ന മുകളിൽ പറഞ്ഞ കൂട്ടത്തെയാണ് അവൻ ഇവിടെ വിവരിക്കുന്നത്. 9 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇപ്പോഴോ ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു, അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നിരിക്കുന്നു. അവർ എന്നെ അറച്ച് അകന്നു നിൽക്കുന്നു, എന്നെ കണ്ട് തുപ്പുവാൻ ശങ്കിക്കുന്നില്ല. അവർ ഇയ്യോബിനെക്കുറിച്ച് പാട്ടുണ്ടാക്കി അവനെ ആക്ഷേപിച്ചു പാടുന്നു. യൗവനക്കാർ അവനെ പരിഹസിക്കുന്നു. ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? എൻ്റെ കാര്യം പറഞ്ഞാൽ ഇയ്യോബിനെ ശ്രദ്ധിച്ച് മടുത്തു. താൻ എത്ര മഹാനായൊരു വ്യക്തി ആയിരുന്നു എന്ന് അവൻ ആദ്യം തന്നെക്കുറിച്ച് തന്നെ വിവരിച്ചു. ഇപ്പോൾ അവനിതാ സഹതാപത്തിനായി യാചിക്കുന്നു. ഞാനൊരു വലിയ മനുഷ്യനായിരുന്നു, എന്നാൽ ഇപ്പോൾ എൻ്റെ സ്ഥിതി കണ്ടാലും. ഇതിന് ആരെയാണ് സുഹൃത്തെ കുറ്റപ്പെടുത്തേണ്ടത്? എന്തുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തണം? ഇതേ അവസ്ഥയിലുള്ള അനേകം വിശ്വാസികളെ ഈ കാലങ്ങളിൽ കാണാവുന്നതാണ്.
അവർ ദൈവത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ അത് വളരെ ഭക്തി നടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എനിക്ക് ആ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഞാൻ വളരെയധികം ഓടി നടന്ന് പ്രവർത്തിക്കുകയായിരുന്നു, ഞാൻ ആളുകൾക്ക് വളരെയേറെ ഉപകാരം ചെയ്തു, ആ അവസ്ഥയിൽ മുൻപോട്ട് പോകുവാൻ എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പ്രവർത്തിച്ചേനെ. എന്നാൽ ഇപ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് കണ്ടേ. എന്തായിരുന്നാൽ തന്നെ അത് സംഭവിച്ചു. അത് ദൈവം നല്ലവനായതിനാലാണ്, ഒരിക്കലും ദൈവം നല്ലവനല്ലാത്തതിനാലല്ല. എന്ത് സംഭവിച്ചെന്നാലും അതിൻ്റെ കാരണം ദൈവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രയോജനമുള്ളതിനായി പ്രവർത്തിക്കുന്നു എന്നതാണ്. ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരിക്കലും ദോഷത്തിനായി പ്രവർത്തിക്കുകയില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണമാകും. ഏതവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കും. തൻ്റെ സ്വയനീതീകരണം 31 അധ്യായത്തോട് ഇയ്യോബ് ഉപസംഹരിക്കുന്നു. ഇതൊരു വിരസമായ കളി തന്നെയായിരുന്നു കേട്ടോ. ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി ഇയ്യോബിൻ്റെ 3 സ്നേഹിതന്മാർ ഒരുമിച്ച് നിന്ന് അവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. അതിനവർ ഉപയോഗിച്ച തന്ത്രം ഇയ്യോബ് ഏതോ വലിയ പാപം ചെയ്തു എന്നതായിരുന്നു. അതിനവർ പറഞ്ഞ ന്യായവാദം ഇയ്യോബ് അങ്ങനെ ചെയ്തിരുന്നില്ല എങ്കിൽ അവൻ അനുഭവിക്കുന്നത് പോലുള്ള കഷ്ടങ്ങളിലൂടെ ഒരു ദൈവപൈതൽ കടന്നു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല എന്നാണ്. ഏതോ ഭയങ്കര പാപം ചെയ്തതിനാൽ ദൈവം ഇയ്യോബിനെ ശിക്ഷിക്കുകയാണെന്ന് അവർ വാദിച്ചു. 3 വട്ടത്തെ വാദപ്രതിവാദത്തിന് ശേഷം അവർ അത് തള്ളിക്കളഞ്ഞു. സോഫർ 3-ാമത്തെ പ്രാവശ്യം യാതൊന്നും പറഞ്ഞില്ല എന്നത് അതിൻ്റെ തെളിവാണ്. അവൻ പറയുവാൻ വന്നപ്പോഴേക്കും ഇയ്യോബ് തൻ്റെ സംവാദം തുടർന്നു കാണും. തന്നെ ന്യായീകരിക്കുക വഴി ഇയ്യോബ് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് നാം കണ്ടു. അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ന്യായീകരണം ശരിയാകുകയില്ലല്ലോ. തന്നെ ശിക്ഷിക്കുക വഴി ദൈവം ഒരു തെറ്റ് ചെയ്യുകയാകുന്നു എന്ന ഭാവമാണ് അവൻ്റെ സംസാരത്തിൽ നിന്നും നാം കാണുന്നത്. ഒരു വ്യക്തിക്ക് ചെയ്യാവുന്നതിലേക്കും ഏറ്റവും മോശമായ കാര്യം മണ്ടത്തരം, ദൈവത്തിൻ്റെ മേൽ കുറ്റം ആരോപിക്കത്തക്ക വിധം സ്വയം ന്യായീകരിക്കുകയാണ്. എൻ്റെ കുഴപ്പമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുഴപ്പമാകുമല്ലോ. താങ്കളെ തന്നെ ന്യായീകരിക്കുവാൻ ആരംഭിക്കുന്ന നിമിഷം ദൈവം തൻ്റെ വിരൽ താങ്കൾക്ക് നേരെ ചൂണ്ടി താങ്കൾ വാസ്തവത്തിൽ ആരാകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നമ്മെ തന്നെ കുറ്റം വിധിച്ച് മുഴുവനായി ദൈവത്തിങ്കലേക്ക് അർപ്പിക്കുന്നതാണ് യഥാർത്ഥ ജ്ഞാനം, ശരിയായ അവസ്ഥ. നാം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ന്യായകർത്താവാകുന്നു. സ്വയനീതിക്കാരന് ദൈവകോപമല്ലാതെ മറ്റൊന്നും ലഭിക്കുവാനില്ല. സ്വയം വിധിക്കുന്നവന് കൃപയല്ലാതെ മറ്റൊന്നും വരുവാനില്ല. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നാം ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു ഇത്. സ്വയനീതിക്കാരൻ ദൈവം മുൻപാകെ രക്ഷപ്പെടുവാൻ പോകുന്നില്ല. നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ അവൻ്റെ മുൻപാകെ കറ പുരണ്ട തുണി പോലെ മാത്രമാണ്. നാം മറ്റുള്ളവരിൽ കാണുവാൻ ആഗ്രഹിക്കുന്നതും കാണുമ്പോൾ അഭിനന്ദിക്കുന്നതുമായ ഒരു സ്വഭാവ ഗുണം താഴ്മയാകുന്നു. അഹങ്കരിക്കുന്നത് ഹൃദയത്തിൽ നിഗളം നിറഞ്ഞിരിക്കുന്ന ആ അവസ്ഥ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് ഞാൻ പറയട്ടെ. ഹൃദയത്തിൽ അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ പാട്ട്, എൻ്റെ പ്രസംഗം, എൻ്റെ കഴിവുകൾ, എൻ്റെ കുടുംബം. അതെ, ഏതൊരു മനുഷ്യനെയും ദൈവസന്നിധിയിൽ മോശക്കാരനാക്കുന്നത് അവൻ്റെ നിഗളമാണ്. ആരോ പറഞ്ഞു, ഈ താഴ്മ എന്ന സാധനം അതുള്ള ആൾക്കറിയുവാൻ കഴിയുന്നതല്ല, അഥവാ അറിഞ്ഞെന്നാൽ പിന്നെ അതുണ്ടായിരിക്കുകയില്ല എന്ന്. വാസ്തവമാണില്ലേ? നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ നാം വാസ്തവത്തിൽ ആയിരിക്കുന്നത് പോലെ വരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്ന് ഇയ്യോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ തന്നെ ന്യായീകരിക്കുന്ന ഏതെങ്കിലും മാർഗം സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. നാം ഏതോ വലിയ ആൾ ആകുന്നെന്നോ നാം ഏതാണ്ടൊക്കെ ഒത്തിരി ചെയ്തെന്നോ കാണിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് കൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ല. അങ്ങനെ വമ്പ് പറയുന്നതിനാൽ നാം നാണക്കെടുക മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെയുള്ള അഹംഭാവങ്ങളെല്ലാം ദൈവം തകർക്കും എന്നതിനേക്കാൾ ഉറപ്പായി മറ്റൊന്നുമില്ല. പുറത്ത് തലോടി സംസാരിക്കുന്നതായിട്ടാണ് ഇയ്യോബിനെ ഇതുവരെ നാം കണ്ടത്. താൻ എത്ര പ്രമുഖനും സ്വാധീനമുള്ളവനും നല്ലവനും ആയിരുന്നെന്ന് പറഞ്ഞ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സഹതപിക്കുവാൻ വേണ്ടി സംസാരിക്കുന്നു. അടുത്ത അധ്യായത്തിൽ, അതെ 31 അധ്യായത്തിൽ അവൻ തൻ്റെ സംവാദം അവസാനിപ്പിക്കുമ്പോഴും താനൊരു നല്ല മനുഷ്യനാണെന്ന് അവൻ അവകാശപ്പെടുന്നു. 31 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? താനൊരു വൃത്തിയുള്ള നല്ല ജീവിതമാണ് നയിച്ചതെന്ന് ഇയ്യോബ് വ്യക്തമാക്കുന്നു. അവൻ സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ കുറ്റമറ്റവനായിരുന്നു എന്ന് പറയുന്നു. സാധാരണയുള്ള ഈ ലൈംഗിക പാപങ്ങളിൽ ഒന്നും താൻ വീണിരുന്നില്ല എന്ന് തൻ്റെ സ്നേഹിതരോട് അവൻ പറയുന്നു. 2-3 വാക്യങ്ങളിൽ, എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത്? നീതികെട്ടവൻ അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപത്തുമല്ലയോ? അവൻ ഇപ്പോഴും മറ്റുള്ളവർക്ക് നേരെ തൻ്റെ വിരൽ ചൂണ്ടുകയാണ്.
പ്രത്യേകിച്ച് താൻ ചെയ്യാത്ത തെറ്റുകൾ ചെയ്യുന്നവർക്ക് നേരെ. എന്നിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നില്ല? താൻ ഇത്ര നല്ലൊരു വ്യക്തി ആയിരുന്നിട്ടും എന്തുകൊണ്ട് താൻ ഇത്ര ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്നു എന്നത് അവന് മനസ്സിലാകുന്നില്ല. 4 മുതലുള്ള വാക്യങ്ങളിൽ അവൻ തൻ്റെ പരമാർത്ഥതയെ പറഞ്ഞ് പുകഴുകയാണ്. അധികം താമസിക്കാതെ അവൻ ദൈവസന്നിധിയിൽ വരുവാൻ പോവുകയാണ്. അവിടെ അവൻ വാസ്തവത്തിൽ തന്നെ തന്നെ കാണുവാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ തന്നിൽ അധികം പരമാർത്ഥത കാണില്ല എന്ന് നാം മനസ്സിലാക്കും. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് പറയുന്നത് താൻ അവിശ്വസ്തനോ സത്യമില്ലാത്തവനോ ആയി എങ്കിൽ തൻ്റെ ഭാര്യയെ തങ്കിൽ നിന്നും കൊണ്ടുപോയിക്കൊള്ളട്ടെ എന്നത്രേ. മറ്റു ചിലരെ പോലെ അവൻ പാപത്തിൽ ജീവിച്ചിരുന്നില്ല. ഇയ്യോബ് ഈ പറയുന്നതെല്ലാം വളരെ വാസ്തവമാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അവൻ വാസ്തവത്തിലൊരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ അവനിൽ ഈ വലിയ കരടുണ്ട്, നിഗളം. സ്വയം ന്യായീകരിക്കുവാൻ ഇടയാകുന്ന വിധത്തിൽ ആയിരുന്നു അവൻ്റെ സ്നേഹിതർ അവനോട് ഇടപെട്ടത്. അത് അവനിൽ നിന്നും പോകുന്നും ഇല്ല. അവൻ തൻ്റെ നന്മയിൽ പുകഴണം. അതെ, ഈ അവസ്ഥ ഇന്ന് വിശ്വാസികളിൽ നാം കാണുന്നു. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് നിഗളിച്ചുകൊണ്ട് അഹങ്കാരത്തിൽ ജീവിക്കുന്നത് ഒരു തോക്കെടുത്ത് ഒരാളെ കൊല ചെയ്യുന്നതിന് തുല്യമായ പാപമാണ്. നമ്മുടെ സഭകൾ ഇന്ന് ഇത്രയേറെ തണുത്തിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ അഹങ്കാരമാകുന്നു. ആരാധനയിലിരുന്നു കൊണ്ട് ആളുകൾ ചിന്തിക്കുന്നത് തങ്ങൾ യാതൊരു കുറവുമില്ലാത്തവരാകുന്നു, ശരിയാകുവാൻ തങ്ങളിൽ യാതൊന്നുമില്ല എന്നൊക്കെയാണ്. കർത്താവായ യേശുക്രിസ്തുവിലായി തീർന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്നത് വാസ്തവമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അളവിനൊത്ത് നാം ആയിത്തീർന്നിട്ടില്ല. അങ്ങനെ ആയിത്തീരണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 13-14 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇയ്യോബ് ഒരു മുതലാളിയായിരുന്നു എന്ന് കാണുന്നു. അവൻ പറയുന്നു തൻ്റെ തൊഴിലാളികളോട് താൻ വളരെ നല്ലതായിട്ടാണ് ഇടപെട്ടതെന്ന്. അവൻ അന്യായമായി യാതൊന്നും ചെയ്തില്ല എന്ന്. അവൻ തൻ്റെ വേലക്കാരെ കരുതി പ്രവർത്തിച്ചു. 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് തീർച്ചയായും പാവപ്പെട്ടവരെ സഹായിച്ചു എന്ന വസ്തുത കാണുവാൻ സാധിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി അവനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവൻ അനാഥരെ സംരക്ഷിച്ചു. താൻ ചെയ്ത ഈ പ്രവൃത്തികളെല്ലാം അവൻ തിരിഞ്ഞു ചിന്തിക്കുകയാണ്. താൻ ചെയ്തതെല്ലാം പറഞ്ഞവൻ പുകഴുന്നു. അവൻ വാസ്തവത്തിൽ അവയെല്ലാം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ നിഗളം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു. അവിടെയാണ് അവൻ്റെ പ്രശ്നവും. പണ്ടില്ലാതിരുന്ന ഈ അസുഖം. അവൻ നിരന്തരം പറയുന്നത് ഞാൻ എത്ര നല്ലവനായിരുന്നു, എന്നാൽ എന്നോട് ഇത്ര ക്രൂരമായി ഇടപെട്ട വിധം എനിക്ക് മനസ്സിലാകുന്നില്ല. ദൈവമാകുന്നു തെറ്റ് ചെയ്യുന്നത് എന്നാണ് അവൻ പറയുന്നത്. പ്രിയ സ്നേഹിത, താങ്കളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള തോന്നലുകൾ വന്നിട്ടുണ്ടോ? മറ്റെന്തിനേക്കാളും ഏറെ ദൈവത്തെ വാഴ്ത്തുന്ന ഒരു സ്ഥാനത്ത് നാം എത്തണം. അതേസമയം തന്നെ അവൻ്റെ മുൻപാകെ നമ്മെ താഴെ പൊടിയിൽ നാം കാണണം. ഇയ്യോബ് പറയുന്നത് താൻ രഹസ്യത്തിൽ ഒന്നും ചെയ്തില്ല എന്നത്രേ. തന്നെക്കുറിച്ച് തൻ്റെ ശത്രുക്കൾ ചിന്തിക്കുന്നത് അവരൊന്ന് എഴുതിയിരുന്നെങ്കിൽ എന്ന് ഇയ്യോബ് പറയുന്നു ഒടുവിലത്തെ വാക്യങ്ങളിൽ. അങ്ങനെ എഴുതി കിട്ടുന്നത് എല്ലാവരും കാണുക കൊണ്ടു നടക്കുവാൻ ഇയ്യോബ് ആഗ്രഹിച്ചു. എന്തൊരു ആത്മപ്രശംസയില്ലേ! അവൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് സകലതും പറഞ്ഞു. എന്നാൽ അവൻ്റെ നിഗളത്തെക്കുറിച്ച് ഒരു ഏറ്റുപറച്ചിൽ നടത്തിയില്ല. ഇയ്യോബ് തൻ്റെ സ്വന്തം കണ്ണിൽ നീതിമാനാണ്, എന്നാൽ അവൻ ദൈവം മുൻപാകെ നീതിമാനല്ല. ഇയ്യോബിന് സ്വന്തം കണ്ണിൽ നീതിമാനായി അനുഭവപ്പെട്ടു. അതായിരുന്നു അവൻ്റെ പരാജയം. നമ്മുടെ ജീവിതത്തിലും നാം സ്വയനീതിയും കൊണ്ട് നടന്നാൽ അത് നമുക്ക് ഏറ്റവും വലിയ പരാജയമായിരിക്കും. ഇന്നത്തെ ഈ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വയപരിശോധനയ്ക്ക് സഹായകമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.